ഇതിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടാ ഞാൻ ജോലി മാറി. അഫയ്ക്ക് ഇപ്പൊ പണ്ടൊക്കെ അഫ ഉണ്ടല്ലോ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ എണീറ്റ് കിച്ചണിൽ കയറി ഒരു ചായ വെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എനിക്ക് തോന്നി ഇന്നൊരു വീഡിയോ എടുത്താലോന്നെ. സാധാരണ അങ്ങനെ ഇപ്പൊ തോന്നാറില്ല, കാരണം തോന്നാനുള്ള സമയം കിട്ടാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. കുറെ പേരൊക്കെ എന്നോട് യൂട്യൂബ് നിർത്തിയോ, യൂട്യൂബിൽ എന്താ വീഡിയോ ഇടാത്തെ അതൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും എനിക്ക് സങ്കടം തോന്നാറുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ യൂട്യൂബ് നിർത്തിയിട്ടില്ല, ഇന്റൻഷനലി ഞാൻ യൂട്യൂബ് നിർത്തിയിട്ടില്ല. പക്ഷെ ഇടാൻ പറ്റണില്ല. ചായയുടെ കാര്യം ഇപ്പൊ തീരുമാനമായേനെ. എനിക്ക് സാധാരണ ഉണ്ടല്ലോ സൺഡേസ് ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ള ദിവസമാണ്. സൺഡേസിനല്ല, എല്ലാ ദിവസവും കുക്ക് ചെയ്യാൻ മടി തന്നെയാണ്. പക്ഷെ എന്നാലും സൺഡേ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ രാവിലെ എണീറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ രാവിലത്തെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി ഉച്ചക്കത്തെ ഫുഡും കൂടെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഏകദേശം തീരുമാനം ആ ദിവസത്തിന്റെ കാര്യത്തിൽ. പിന്നെ അടുത്ത ദിവസം ജോലിക്ക് വേണ്ടേ, പിന്നെ ഒന്ന് പുറത്തിറങ്ങാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ആ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തൊക്കെ തീരണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അടുത്ത ദിവസം ഭയങ്കര ദേഷ്യമായിരിക്കും, ജോലിക്ക് തോന്നില്ല. പിന്നെ ഒരു വീക്ക് അങ്ങോട്ട് കഴിയണം, ആ ഒരു ഇനി അടുത്ത ആഴ്ച ആവണം എന്നുള്ള ഒരു ഇതിലാട്ടോ. അപ്പൊ ഇന്നെന്തായാലും ഞാൻ രാവിലെ ആ എടുത്തോണ്ട് നമുക്ക് രാവിലെ പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഇന്നലെ ചിക്കൻ കറി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ചോറ് അല്ലെന്ന് വെച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് അതിന്റെ കാര്യം ഏകദേശം തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. എന്നെ പോലെ കുക്ക് ചെയ്യാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യട്ടെ. നമുക്ക് അവിടെ ഒരു സമ്മേളനം നടത്താം. നമുക്ക് നോക്കാം നമ്മളുടെ എത്ര പേര് നമ്മളെപ്പോലെ ഉണ്ടെന്ന് അറിയാലോ. ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ മാത്രം ഒരു കടമ എന്നുള്ള രീതിയിലാണ് കുറെ ആളുകൾ കാണുന്നത്. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ല, അപ്പൊ അത്യാവശ്യം എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട്. എന്നാലും ഹെൽപ്പിംഗ് ആട്ടോ അപ്പൊ ചെയ്യാറ്, അല്ലാണ്ട് ഫുള്ളി മറ്റു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ കാണാറില്ല. അത് അഫീന്നല്ല, ഒരുവിധം സ്ഥലങ്ങളിലൊന്നും ഞാൻ കാണാറില്ല, അങ്ങനെ കേൾക്കാറില്ല. അല്ല അപൂർവമായിട്ട് വല്ലതൊക്കെ കിട്ടും എന്നല്ലാണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെ ആട്ടെ. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു സൺഡേ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വേണം എണീക്കാനും, ഞാൻ തന്നെ കുക്ക് ചെയ്യണം, ഞാൻ തന്നെ ചായ ഇടണം. എന്താണാവോ ഇതൊക്കെ മാറാ. ഗൈസ് ഞാൻ അങ്ങനെ റെഡി ആയി ഗൈസ്. ഞങ്ങൾ പുറത്തു പോട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അഫി വരും. അഫി ഗൈസ് പെർഫ്യൂമിൽ കുളിച്ചു വന്ന് കേട്ടിട്ടുള്ളതാ, കുളിച്ചിട്ട് നിക്കണ്. അഫയ്ക്ക് ഇപ്പൊ പണ്ടൊക്കെ അഫ ഉണ്ടല്ലോ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അടുത്തത് പണ്ടൊക്കെ അഫ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു കേട്ടോ വീഡിയോയില്. പക്ഷെ ഇപ്പൊ വരില്ല. ഇപ്പൊ ഇങ്ങനെ മറ്റേ ഉറക്കം തൂങ്ങിയ അല്ല, ഇപ്പൊ ഫുള്ള് മറ്റേ ഉറക്കം തൂങ്ങി ഒരു മൂടില്ല. നമ്മള് പിന്നെ സ്റ്റിൽ യങ് ആണല്ലോ അല്ലേ ഇവ? ഞങ്ങള് അതെ, ഇവയ പണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോ ഇവ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവ പൊങ്ങി ഇവിടെ വരെ എത്തി. ഇനി ഇങ്ങനെ പോവാടി. ഇവാണെങ്കില് വേഗം നാട്ടാ ഹൈറ്റ് വെക്കണേ. ഇപ്പൊ 7 years ആയി. 7 years കഴിയാറായി അല്ലേ? പക്ഷെ 2ാം ക്ലാസ്സിൽ പോരായി. പക്ഷെ ഹൈറ്റ് കണ്ടു 4ാം ക്ലാസ്സിലാണ് 5ാം ക്ലാസ്സിലാണ് അതൊക്കെ ആൾക്കാർ ചോദിക്കും അല്ലേ ഇവ? മാഷല്ല, ഇവ നല്ല നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാട്ടാ, മമ്മച്ചിയെ പോലെ അല്ലേ? അപ്പൊ ഞങ്ങള് ഇന്നിപ്പോ ഇവയുടെ സ്കൂളിലെ യൂണിഫോമും ബുക്കും എല്ലാം കിട്ടി. ഇവ 2ാം ക്ലാസ്. പണ്ടിങ്ങനെ എനിക്ക് ഇവയെ എടുത്തിട്ട് നിൽക്കാറുണ്ട്. ഇങ്ങനെ എടുത്തിട്ടാണ് ഞാൻ പണ്ട് വീഡിയോ എടുക്കണേ. ഇപ്പോഴേ എടുക്കാനൊക്കെ പറ്റും, കാരണം വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ആളെ ഈ പൊങ്ങി പോണല്ലാണ്ട് വണ്ണം വെക്കണില്ല. അതുകൊണ്ട് എടുക്കണേന് വലിയ പ്രശ്നമൊന്നും ഇല്ല. അയ്യോ. അപ്പൊ ഞങ്ങളിപ്പോ ഇവയുടെ സ്കൂളിൽ പോണം. ഇവ ഇനി 2ാം ക്ലാസ്സിലായി. ശരി കാര്യമില്ല, ഒന്നും അറിയത്തില്ല ഇപ്പോഴും. എക്സാം എഴുതാനും പറ്റിയില്ല. എക്സാമിന്റെ 4 എഴുതി. 4 എക്സാം കുഴപ്പമില്ല. അതിന്റെ ഇടയ്ക്കത്തെ 4 എക്സാമിന് ഇവാന് ചിക്കൻ പിടിച്ചോണ്ട് പോയി. ഇവാക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പെട്ട് 4 എക്സാം കുളമായി. ഞങ്ങൾക്കൊന്നും വന്നില്ല. എനിക്ക് ചെറുതിൽ ഇവാടെ പ്രായത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ ബോക്സ്. അതുകൊണ്ടാണ് എനിക്ക് വന്നില്ല. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വരുമോ എന്ന്. കാരണം ഇവനെ ഫുൾ ടൈം ഇങ്ങനെ മുഖത്ത് പിടിക്കലും ഇങ്ങനെ ഭയങ്കരമായിരുന്നു. പക്ഷെ എനിക്ക് വന്നില്ല, അപ്പയ്ക്കും വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ലേ?
അപ്പൊ ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ. അപ്പൊ ഇതാ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി പോയില്ലാന്നുണ്ടെങ്കിൽ ഇത് പണ്ടത്തെ ഡ്രസ്സ്, കൊറേ നാളായി ഈ ഡ്രസ്സ് അലമാരയിൽ ഇരുന്ന് മറന്നുപോയി. ഇന്ന് പൊടി തട്ടി എടുത്തിട്ട. നല്ല വെയിൽ തുടങ്ങിയിട്ട് എൻ്റെ ചെടിയൊക്കെ ഇതാ വെള്ളം ഒഴിക്കാണ്ട് കരിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സമയമില്ല, വന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, കുറേ ചെടികളുണ്ട് പക്ഷെ എല്ലാം കരിഞ്ഞ് ചീരയൊക്കെ നിൽക്കണം. ഇപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടാണ്. ഞാൻ ജോലി മാറി, അതുപോലെ ഞങ്ങൾ പുതിയ വണ്ടി വാങ്ങി. ഇതാ ഞങ്ങളുടെ പുതിയ വണ്ടി. കുറേ ആയിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഈ വണ്ടി വേണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വാങ്ങിയതാ. ഇന്നലെ ഞങ്ങൾ ഒരു വണ്ടിയിൽ ഇന്ന് പെയിൻ്റൊക്കെ അടിച്ച്. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി അടുത്തായിട്ടിരിക്കണേ. മറ്റേ ബെൻസിലിരിക്കുമ്പം അപ്പം അങ്ങറ്റത്ത് ഞാൻ ഇങ്ങറ്റത്തായിരുന്നു. പക്ഷെ ഇതിൽ നോക്കിയാൽ ഇതിലിങ്ങനെ കുഞ്ഞു വണ്ടി, നമുക്ക് ബാക്കിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരിക്കണ പോലെ തോന്നട്ടെ. ഇവ എവിടെ, അല്ലെങ്കിൽ തലയുടെ ഉണ്ടാവുമല്ലോ. എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരിക്കും. ഞങ്ങൾ ഇടയ്ക്ക് ഞാൻ പുറകിൽ ഇരിക്കാറുണ്ട് കേട്ടോ, ഫ്രണ്ടിലെ കാലിലുള്ള. അപ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒന്നിച്ചൊക്കെ ഇരിക്കില്ലേ, അങ്ങനെ തോന്നും കേട്ടാ. എന്താ ഓ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒമാനൊക്കെ പോയായിരുന്നു. മുസണ്ടം പോയി പെരുന്നാളിൻ്റെ അവധിക്ക്. അന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ പോയിട്ട് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാണ്ടാണ് ഞാൻ മുസണ്ടം പോയത്. എനിക്കാണെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ നല്ല പനി തുടങ്ങിയിട്ടാ. പക്ഷെ ആ പനിയും വെച്ചിട്ട് ഞാൻ മുസണ്ടം പോയി. അല്ല അഫിനെ വലിച്ചോണ്ട് ഞാൻ മുസണ്ടം പോയി. അതായത് ഞാനാണ് ഇതൊക്കെ പ്ലാൻ ഇട്ടത്, പോണം കൊറേ പ്ലാനൊക്കെ ഇട്ട് കൊറേ നാളായിട്ട് വിചാരിച്ചിരുന്നത്. പക്ഷെ സമയം ഇപ്പൊ കറക്റ്റായിട്ട് പനി വന്നു. എനിക്ക് ആകെ സങ്കടമായി. പനി വന്നിന് എന്ത് ചെയ്യൂന്ന് ഓർത്ത്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങള് പോയി. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. മറ്റേ പട്ടി ചന്തയ്ക്ക് പോയിട്ട് വന്ന പോലെ ഞാൻ പോയി എല്ലാം കണ്ട് ഇങ്ങനെ വന്നു. കാരണം അവിടെ ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസ് ആട്ടോ, കടലിലുള്ള പരിപാടികളും കടലിൽ ചാടണം. ഡോൾഫിൻസിനെ കണ്ട്. ഇവ കടലിൽ ചാടി. എനിക്ക് ചാടണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ചാടാൻ പറ്റിയില്ല. സ്വിമ്മിങ് അല്ല മണ്ട, സ്വിമ്മിങ്. ഹോട്ടലാണ്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള നല്ല ഹോട്ടലായിരുന്നു. കുളിക്കാനും എനിക്ക് കുളിക്കാൻ പോയിട്ട് എനിക്ക് പൈപ്പ് തുറന്നിട്ട് കൈ കഴുകാൻ പോലും പറ്റണില്ല. അങ്ങനെ തണുക്കണ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും പോയി വന്നു. അതിൻ്റെ ഞാൻ റീൽ ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആട്ടാ. യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. സോ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് അവിടെ പൊളിക്കാം. ഇവിടെയും ഞാൻ പൊളിക്കും. ഇവിടെ ഞാൻ അങ്ങനെ ഒരിക്കലും എനിക്ക് യൂട്യൂബ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ എൻ്റെ സമയക്കുറവും എൻ്റെ തിരക്കുകളും കാരണം എനിക്ക് അങ്ങനെ ആയി പോകുന്ന കേട്ടാ. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പൊളിയാണ് അല്ലേ ഫി, പൊളിയാണെന്നൊക്കെ സ്വന്തമായിട്ട് പറയാട്ടാ, പൊളിയാണെന്ന്. എന്നാലും ഞാനിപ്പോൾ കുറച്ചായിട്ടൊരു 2 മാസത്തോളമായിട്ട് ഇൻസ്റ്റയിൽ കുറച്ച്, 2 അല്ല 1 മാസത്തോളമായിട്ട് ഇൻസ്റ്റയിൽ കുറച്ച് ആക്റ്റീവാണ്. എന്തായാലും അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പം അവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മളുടെ വിശേഷങ്ങളൊക്കെ അറിയാം. നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നല്ല തണുപ്പും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ക്ലൈമറ്റൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ പോയി. ഇപ്പോൾ വെയിലും ചൂടും. ഞങ്ങൾ ലക്ഷ്മിയിലാട്ടോ പോണേ ഫുഡ് കഴിക്കാൻ. വലിയ കാര്യത്തിൽ ദോശ എന്നാ വന്നത് കേട്ടോ. ഇവിടുത്തെ ലഞ്ച് ടൈമായി. ഭയങ്കര ആഗ്രഹിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയതാട്ടാ. പക്ഷെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ 12 മണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിൻ്റെ ടൈമായിട്ടോ. എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് മസാല ദോശ, നെയ് റോസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് പോയിട്ട് പോയിട്ടുണ്ടല്ലോ. അത് കിട്ടാണ്ടായപ്പോൾ കുറച്ചൊരു സങ്കടം വന്ന്. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ അവരെല്ലാവരും ഇരുന്ന് പുലാവും കേർഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വയറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി സ്കൂളിലോട്ട് പോവാട്ടാ. പിന്നെ ഞാൻ ഈ സാധനം വാങ്ങിയിട്ടുണ്ട്. എന്ത് വാങ്ങിയാ? ഇവക്ക് എവിടെ പോയാലും കുറെ കപ്പും കുറെ മറ്റേ ടൂത്ത് പിക്ക് എന്തൊക്കെ സാധനങ്ങൾ. ഇതൊക്കെ പറക്കലാട്ടെ. ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അല്ലേ പ്ലീസ് കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ മമ്മച്ചി കൊല്ലും. ഈ കപ്പ് വെച്ചിട്ട് വാച്ച് ഉണ്ടാക്കാൻ പറ്റും. വാച്ച് എങ്ങനെ അറിയാം ഗൈസ്? ഇവിടെയും മുറിക്കാം. എന്നിട്ട് ഇതിങ്ങനെ നിർത്തുമ്പോ ഒരു ഇതാണ്. എന്നിട്ട് ഇവിടെ നമ്പർ എഴുതേക്ക് ഈ ഭാഗത്ത്. അങ്ങനെ ഇവക്കുട്ടിയുടെ ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പാർക്കിൽ പോകേണ്ട പ്രായം കഴിഞ്ഞു. ഗ്രേഡ് 1 കുട്ടികളെ, ഗ്രേഡ് 2 കുട്ടികളൊന്നും പാർക്കിൽ കൊണ്ടുപോകില്ല. KG കുട്ടികളെ മാത്രമേ പാർക്കിൽ ഇറക്കുള്ളൂ. ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കാനായിട്ട് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇന്നലത്തെ ചിക്കൻ കറി ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ കഴിച്ചാൽ അവിടെ നിന്നൊരു സിനിമയൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ചെടിക്ക് വെള്ളം ഒഴിക്കലൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഉള്ളൊരു ചടങ്ങാട്ടോ. അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ ഓടി വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് തളിച്ചിട്ടൊക്കെ പോകും, കരിയാണ്ടിരിക്കാൻ വേണ്ടി മാത്രം. ഉമ്മച്ചാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഓർക്കിഡൊക്കെ, മരത്തിൽ ഓർക്കിഡൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ ആട്ടോ പോയത്. അതൊക്കെ ഇങ്ങനെ ചെറിയ ഇലകളൊക്കെ വരുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്ന ആട്ടാ, പക്ഷെ നോക്കിയെല്ലാം ഇങ്ങനെ വീണ് പോകും കേട്ടോ. നമ്മൾ മരത്തിൽ കമ്പൊക്കെ കെട്ടി വെച്ചിട്ടും ഒന്നും കാര്യമില്ല, അതൊക്കെ വീണ് പോയിട്ട് നോക്കിയേ താഴെ മൊത്തം തക്കാളി കിടക്കാണേ. നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അകത്തൊക്കെ നോക്ക്, നിറച്ച് തക്കാളി ഇങ്ങനെ വീണ് കിടക്കാണ്. ഞങ്ങളുണ്ടല്ലോ ഇവിടെ തക്കാളി കൃഷി ചെയ്താലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ വീണ് പോയി. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തക്കാളിക്കട തുടങ്ങിയാണ് ഇവിടെ മുറ്റത്ത്. കുറെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് മുറ്റത്ത് ഈ വായ ഇരുട്ടിയിട്ട് ഒരു കടയൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചീരൊക്കെ ഉണ്ട്. ഓക്കെ, ചീരയൊന്നും പറിച്ചിട്ടൊന്നുമില്ല. പച്ചമുളക് ഇതൊക്കെ എന്റെ ഉമ്മച്ചി നട്ടിട്ട് പോയതാ. പച്ചമുളക് ഉണ്ടായതേ. പച്ചമുളക് ഉമ്മച്ചി വെള്ളം ഒഴിച്ചോന്നേ മോളേന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എന്തോ ഭാഗ്യത്തിന് അതിന് വളരാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു തന്നെ പോയി ഈ ഒരു മുളകിന്റെ കാര്യം. പക്ഷെ അത് ഇങ്ങനെ കുറച്ചായി കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് മുളകല്ലേന്ന്. ഇവിടെ ആണെങ്കിൽ ചീര നോമ്പ് തുടങ്ങിയ പിന്നെ എടുത്തിട്ടേ ഇല്ല. നല്ലോണം ചീര ഉണ്ട്. കട്ട് ചെയ്ത് ഓഫീസിലൊക്കെ കൊണ്ട് ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുക്കായിരുന്നു കേട്ടാ. ഞങ്ങളുടെ മുറ്റത്തുണ്ടായ ചീര, മുരിങ്ങയ്ക്ക് പക്ഷെ ഇപ്രാവശ്യം അധികം ഒന്നും ആയിട്ടില്ല. ഇവിടെ ക്യാബേജ് ഉണ്ട്. പിന്നെ ഒരു സാധനം ഉണ്ട്. ഇത് സ്വീറ്റ് മെലൺ ആട്ടാ. കുരു കൊണ്ട് കുഴിച്ചിട്ടതാണ്, സ്വീറ്റ് മെലണായി. പിന്നെ ഇത് ഉമ്മച്ചി ബീച്ചിൽ ഇവിടെ പാർക്കിൽ പോയിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് അതൊക്കെ ഈ പുല്ലാണ് നല്ലോണം. ഇവിടെ ഈ ചീര, ഈ കാട്ടുചീര കയറി വരും. അതുകൊണ്ട് എല്ലാം കരിഞ്ഞു പോന്നല്ല, അത് മൂടിപ്പോവും. ഓർക്കിഡിൽ പുതിയ ഇല വന്നണ്ടാ. ഓർക്കിഡിൽ ഇല ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കരിഞ്ഞിരിക്കാൻ. ഞാൻ ഓർത്തത് പോയി ഇനി കിട്ടൂലെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ അതിൽ പുതിയ ഇലയൊക്കെ വന്ന്. ഇവിടെ ഞങ്ങൾക്ക് കുറേ കറ്റാർ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. കറ്റാർ വാഴയും പനിക്കൂർക്കയാണ് ഈ ഒരു സെക്ഷൻ ഫുള്ള്. ഇതൊക്കെ ഉമ്മച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടയാണേ. ഈ എന്താ ആന്തൂരി അല്ലല്ലോ, ഇതിനെന്താ പറയുക, ഈ മണി പ്ലാന്റ് ഒക്കെ ഉമ്മച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടയാട്ടോ. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അല്ല ഇതൊക്കെ കരിഞ്ഞ് ഉമ്മച്ചി കാണണ്ട, കരിഞ്ഞ് തുടങ്ങി. ഇതും ഉണ്ട്. വീണ്ടും രാവിലെ ഇട്ട ഡ്രസ്സൊക്കെ തന്നെ ഇട്ട് ഒരുങ്ങിച്ച് അവന് നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകണേ. എന്തൊക്കെയോ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കൂട്ടത്തിലൊന്ന് കറക്കുമാവുമല്ലോ. ഞങ്ങളെ വണ്ടിയിൽ എന്തോ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. ഇവിടെ അജുമാനിൽ ഏതോ ഒരു ഷോപ്പിൽ വന്നിട്ട് പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റ് പുറത്തുണ്ടോയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം. പണിയില്ലാണ്ട് വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ, ജോലി ഉണ്ടായിരുന്നു എന്ത് രസമായിരുന്നു, ഈ രാവിലെ പോവാം, അടിപൊളിയായിരുന്നു കേട്ടോ, വീട്ടിലിരുന്ന് ബോറടിക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു സുഖം അതെന്താണെന്ന് അറിഞ്ഞത്. പക്ഷെ വീട്ടിലങ്ങനെ ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ അതും ബോറടി തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകണം. എനിക്ക് വീട്ടിൽ ഫുൾ ടൈം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മറ്റേ ആളളകും, അതായത് ഞാൻ വേറെ ആളാവും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. പുറത്തു പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ആർത്തി കാണിക്കും. ഇപ്പോഴും ആർത്തിക്ക് കുറവൊന്നുമില്ല, എന്നാലും മറ്റേത് കുറച്ചൊരു കൂടുതലായിരുന്നു. പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വീഡിയോസ് ഇടുന്ന അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ രാവിലെ ഒരു 5:30 ആ ഒരു ടൈമിൽ എണീറ്റ് ഇവയുടെ ഇവാൾക്ക് 11 മണിക്കാണ് സ്കൂൾ. അപ്പോൾ ഇവയുടെ ഒക്കെ എല്ലാം ആക്കണം. അപ്പോൾ രാവിലെ എണീറ്റ് ഇവയുടെ സ്കൂളിലേക്കൊക്കെയുള്ള ലഞ്ചും ടിഫിനും ഒക്കെ വെച്ച്, പിന്നെ എൻ്റെ ഫുഡ് ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. ചിലപ്പോൾ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു 6:45 6:50 ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് പോകും കേട്ടോ. പിന്നെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നത് എനിക്ക് 5:30 വരെയാണ് ഓഫീസ് ടൈം. പക്ഷെ ഞാൻ 5:30ക്ക് ജോലി കഴിഞ്ഞാൽ അവിടെ നിന്ന് റാസൽഖോറിലാട്ടോ. റാസൽഖോറിൽ നിന്ന് ഞാൻ ഷാർജ എത്തണം. സോ 5:30ക്ക് റാസൽഖോർ കഴിഞ്ഞ് ഞാനൊരു 6:30 6:45 ഒക്കെ ആകുമ്പോൾ കിസൈസ് എത്തും. പിന്നെ കിസൈസിൽ നിന്ന് അഫിഡൂഡ വരാറ്. അഫിഡൂഡ
പറയട്ടെ വാ, ഞാൻ പറയട്ടെ. അപ്പയുടെ കൂടെ ഞാൻ കിസൈസിന്ന് വീട്ടിലെത്തുമ്പോ എന്തായാലും 8 മണി, മിനിമം 8 മണി 7:30 ആവൂട്ടാ. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും ഈ വായ പഠിപ്പിക്കണം, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ എന്തെങ്കിലും തുണി അലക്കാൻ ഉണ്ടാവും, വീട് വൃത്തിയാക്കാൻ ഉണ്ടാവും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ തന്നെ നേരം ഇല്ലാണ്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങണത്. എനിക്ക് ശരിക്കും അപ്പോൾ ഇങ്ങനെ ഉറങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ലൈഫിൽ ഇപ്പം അങ്ങോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് സമയം കിട്ടണില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാൻ പോകണ്ടല്ലോ, ഉറങ്ങി പോവാട്ടാ. എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര. നിനക്കിതിൽ എന്താ പറയാനല്ലേ? ഈ വണ്ടി മേടിക്കുമ്പോ സൂക്ഷിക്കണം, ഷോക്ക് അടിക്കും. നമ്മളിങ്ങനെ വന്നതാട്ടോ, ഓടി വന്ന് ഒറ്റയടിക്ക് സ്റ്റിക്ക് അതിനോടെ മുഖം, അത് ഒറ്റയടിക്ക് ഷോക്ക് നമുക്ക് നല്ല മേടുത്തു. അങ്ങനെ ഞാൻ രാത്രി അത് കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോവാണ്. എനിക്ക് പറ്റണില്ല, എന്താണാവോ പറ്റണില്ല, ഭയങ്കര ടയേർഡാവും കേട്ടോ. പിന്നെ ആകെ കിട്ടണ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്. സൺഡേ ശരിക്കും അന്നത്തെ ദിവസം എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നും, ഒന്നും ചെയ്യാണ്ട്. ഫുഡൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ തോന്നില്ല, ഫുഡൊന്നും ഉണ്ടാക്കാണ്ടേ ഇങ്ങനെ അനങ്ങാണ്ടേ വെറുതെ കട്ടിലിരുന്ന് കുറച്ച് മൊബൈലൊക്കെ തോണ്ടി അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം തോന്നുക. അന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒന്നും പറ്റണില്ല. ചിലരൊക്കെ കമന്റ് ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ചാവാണ്ടിരിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നതൊക്കെ. ശരിക്കും അങ്ങനെ തന്നെ ആണ്. എനിക്ക് യൂട്യൂബ് ഒരിക്കലും എനിക്ക് അങ്ങോട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കാരണം ഞാൻ അത്ര കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അപ്പോൾ അത് എനിക്ക് ഒറ്റയടിക്ക് അങ്ങനെ യൂട്യൂബ് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഓടാനൊന്നും പറ്റില്ല. കാരണം ഞാൻ ഒരു ദിവസം കൊണ്ട് വളർന്ന ആളൊന്നും അല്ല. ഞാൻ നല്ലോണം വീഡിയോസൊക്കെ ഇട്ട് എൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് സ്പീഡിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് തന്നെയാണ് എനിക്ക് അതിനുള്ള ഏർണിങ്സും അതിനുള്ള ബെനിഫിറ്റ്സും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്കത് ഒരു സൈഡിലായി പോയ പോലെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വർത്താനം പറയുമ്പോൾ ചോദിക്കോട്ടെ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നത്. പിന്നെ പണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി പോലെ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിരുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പം എന്തോ കുറേ ആൾക്കാരുള്ള പോലെ തോന്നാറുണ്ട്. ഇപ്പം ശരിക്കും ആ ഒരു ബോണ്ട് എനിക്ക് നഷ്ടപ്പെട്ട പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോഴും ഇല്ലാന്നല്ല കേട്ടോ, ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഉണ്ട്, കമൻറ്റ് ഇടാറുണ്ട്, വീഡിയോ ഇടാത്ത എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരുന്നു. എൻ്റെ കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു, അവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറച്ചൊന്ന് ലോസ് ആയിട്ടുണ്ട്. എന്തായാലും റെഡി ആക്കണം. വീഡിയോസിൻ്റെ വ്യൂസ് കറൻ്റ്ലി എനിക്കിപ്പോഴും വ്യൂസിനൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ടാൽ ആ വീഡിയോയ്ക്ക് എനിക്ക് വിചാരിക്കുന്നതിലും കൂടുതൽ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് ശരിയാക്കാം. പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ സ്ഥലം കണ്ട ഗൈസ്, ചതിച്ചതാ, ഞങ്ങളെ ചതിച്ചതാ. ജിമ്മിയുടെ പേജൊക്കെ കൊണ്ട് ഒട്ടിച്ച് വെച്ചേട്ടാ. പിന്നെ മൈ ലൈഫ് ട്യൂബ് എഴുതാനായിട്ട് ഇവിടെ സ്ഥലം ഉണ്ടായിട്ട് കൂടി ഇവിടെ വെച്ചൂടെ മൈ ലൈഫ് ട്യൂബ്? എന്തുകൊണ്ട് വെച്ചില്ല? അതെവിടെ ഇവാസറ മേഫിൽ എവിടെ? അതെവിടെ വെക്കണ്ടേ മോളെ? ഞാനും അഫയും കൂടെ ഇന്നലെ രാത്രി ഇരുന്നിട്ട് എഴുതിയതാട്ടോ. എഴുതിയതല്ല, കളർ അടിച്ചതാണ്. ഈ വൈറ്റ് കളറ് 4 വീലിൽ ഇന്നലെ ഇതായിരുന്നു പണി. 4 അല്ല 5 വീല്. ഇന്നലെ മൊത്തം ഇതായിരുന്നു കേട്ടോ പണി. അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഷാർജ മജാസിലാണ്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ, കസിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പിസ്സ ഹട്ടിൽ കയറിയിട്ടൊരു പിസ്സയൊക്കെ വാങ്ങി കഴിച്ചു. കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി കുറച്ച് നേരം ഇവ അവിടെ ബോളൊക്കെ തട്ടി കളിക്കായിരുന്നേ. അത് കഴിഞ്ഞ് അവിടെ തന്നെ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയാട്ടെ. ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ നല്ല രസമാണ്, കുറേ ലൈറ്റ്സും കുറേ ആളുകളും ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ടെഡി ബെയർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ആളാണുള്ളത്, പക്ഷേ കുട്ടികളെല്ലാവരും കൂടി ആളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കായിരുന്നേ. ഞങ്ങൾ വന്ന സമയത്ത് നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ എന്തൊക്കെ ചെയ്താൽ ജീവിക്കണല്ലേ. അങ്ങനെ അവിടെയുള്ള കടകളിലൊക്കെ തന്നെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ കയറി സാധനങ്ങളൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ വീടെത്തിട്ടാ. കറക്കമൊക്കെ കഴിഞ്ഞ്
കുറച്ച് നാട്ടിൽ നിന്ന് ഉമ്മച്ചി കുറച്ച് സാധനം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ പോകണം എന്നുണ്ടായിരുന്നു ഇന്നത്തെ പ്ലാനില്ല. പക്ഷേ പ്ലാൻ നടന്നില്ല. അതെന്തായാലും ഇനി നാളെ പോയിട്ട് വാങ്ങണം കേട്ടോ. അത് ഞാൻ വാങ്ങിയിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യാട്ടെ, എന്തൊക്കെയാണ് ഉമ്മച്ചി കൊടുത്തുവിട്ട സാധനങ്ങൾ എന്നുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കുറേ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉമ്മച്ചി ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ലാസ്റ്റ് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും, അത് ഇന്ന് കാണിച്ചു തരാമെന്ന്. അതൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്നത് തുറന്ന് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് കിട്ടിയ എന്തൊക്കെയാന്ന് പറഞ്ഞ കൊറേ കോലിമിഠായിക്കോ ഒരു ലോഡ് ലോലിപോപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പപ്പ അടുത്ത് ഒരു 2 മിഠായി വല്ല വാങ്ങി കൊടുക്കാൻ പറഞ്ഞ പപ്പ നോക്കിയ 3 ഫ്ലേവറിലെ ആൽപ്പലീബെ വലിയ പാക്കറ്റ് മേടിച്ചു കൊടുത്തു. പിന്നെ വലിയ വലിയ എണ്ണയും നോക്ക് എന്റെ ഫോട്ടോ ഇവാടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു ലോഡ് നെയിം സ്ലിപ്പ് കേട്ടോ. അതും ഇവാക്കിനി ഒരു 5ാം ക്ലാസ് വരെ യൂസ് ചെയ്യാനുള്ള നെയിം സ്ലിപ്പ് ഉണ്ടെന്ന് തോന്നുന്നേ. 10ാം ക്ലാസ് വരെ യൂസ് ചെയ്യാവോ ഇവ? ഇത് സച്ചുവിന്റെ പരിപാടി ആട്ടാ. സച്ചു റസലും കൂടി അയച്ചിട്ടുള്ള ആട്ടാ ഇത്. പിന്നെ ഞാൻ ഇവിടെ UAE വന്നിട്ട് എനിക്ക് എവിടെയും തപ്പിയിട്ട് കിട്ടാത്ത ഒരു സാധനം ആട്ടാ, മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ്. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊണ്ടുവരിച്ചാണ്. പിന്നെ ഇവാക്ക് കുറച്ച് തക്കാളി മുറുക്ക്, അതുപോലെ തന്നെ ബനാന ചിപ്സ് ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ അട ഉണ്ട്, അതുപോലെ നല്ല എരിവുള്ള മിക്സറൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ അടുത്ത ഐറ്റം നല്ല ചെമ്മീൻ അച്ചാറാട്ടാ, ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാർ. അച്ചാറിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതാ വീട്ടിലുണ്ടായ അവോക്കാഡോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടാത്തതുണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്തതുണ്ടോ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറുതാണെങ്കിലും അവർ കൊടുത്തിടുമ്പോൾ അവർക്കും അത് കിട്ടുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ. ബൈ ബൈ. അപ്പൊ ശരി, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ.